എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന 2019 അഡ്മിഷൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ മാത്തമാറ്റിക്സിന്റെ പേപ്പർ, അതിന്റെ മൊഡ്യൂൾ 4 റിവിഷൻ. ഓൾറെഡി എല്ലാ മൊഡ്യൂൾസും നമ്മൾ റിവിഷൻ ചെയ്ത് വരികയാണ്. മൊഡ്യൂൾ 4ന്റെ ലാസ്റ്റ് റിവിഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണെന്ന് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിവിഷൻ വീഡിയോ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 4th മൊഡ്യൂളിൽ നമ്മളിന്ന് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യനും അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനും ഉണ്ട്. രണ്ടും 7 മാർക്കിന് കൂടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ കെ ഫ്രം 1 to infinity k factorial by k raised to k. k factorial by k raised to k. ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഫാക്ടോറിയൽ വന്നതുകൊണ്ട് റേഷ്യോ ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഇതിനകത്ത് നിന്ന് ജനറൽ ടേം ആയിട്ടുള്ള UK എഴുതും. UK എന്ന് പറഞ്ഞാൽ എന്താണ്? k factorial by k raised to k ആണ്. ദെൻ UK +1 എഴുതണം. ഈ k കാണുന്നിടത്തൊക്കെ k +1 കൊടുത്ത് എഴുതാം. k +1 factorial divided by k +1 whole raised to k +1 ഇങ്ങനെ വരും. അപ്പോൾ UK +1 ആയി. UK +1 ആണ് കേട്ടോ. UK ആൻഡ് UK +1 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി റോ കണ്ടുപിടിക്കുക. എന്താണ് റോൻ്റെ ഇക്വേഷൻ? റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK +1 by UK. ഇതെന്ത് കിട്ടും നോക്കിക്കേ. ഇവിടെ എഴുതാം. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി UK +1 എന്ന് പറയുമ്പോൾ k +1 factorial divided by k +1 whole raised to k +1. ഇനി ഡിവൈഡഡ് ബൈ UK വേണം. അപ്പോൾ ഞാൻ UKയുടെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. k raised to k by k factorial അല്ലേ? k raised to k by k factorial. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ k +1 ഫാക്ടോറിയലിനെ നമുക്ക് k +1 ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് എഴുതാം. പിന്നെ ഇവിടെ k raised to k ഉണ്ട്, അതങ്ങനെ ഇരുന്നോട്ടെ. ഡിനോമിനേറ്ററിൽ k +1 ഇൻറ്റു k +1 raised to k ഇൻറ്റു k +1 നമുക്ക് അതിനെ കൊടുക്കാം. പിന്നെ ഇവിടെ k ഫാക്ടോറിയലും കൊടുക്കാം. ഓക്കെ, k +1 ഹോൾ റേസ് ടു k +1 ആണ്. അപ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് k +1 ഹോൾ റേസ് ടു k ഇൻറ്റു k +1 ഹോൾ റേസ് ടു k ആയിട്ട് 1 ആയിട്ട് എഴുതിയതാണിത്. പിന്നെ ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാം. ഏതൊക്കെ? k ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും. k +1 ക്യാൻസൽ ആയി പോകും. ബാലൻസ് നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാവുക നോക്കി. ബാലൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് റോ ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി, മുകളിലൊരു k raised to k ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ k +1 raised to k ഉണ്ട്. അതിനെ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് എഴുതാം. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി k by k +1 ഹോൾ റേസ് ടു k എന്ന് എഴുതാം. ഇതാണ് നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ടാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി k by k +1 ഹോൾ റേസ് ടു k എന്ന് പറയുന്നത് എന്താണ്? 1/e ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി k +1 by k ഹോൾ റേസ് ടു k എന്ന് പറയുന്നത് എന്താണ്? e ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ രണ്ട് റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം നമുക്ക്? ഇതിന് പകരം 1/e എന്ന് എഴുതാം അല്ലേ? k by k +1 ഹോൾ റേസ് ടു k ആണ്. ദാറ്റ് ഈസ് 1/e എന്ന് എഴുതാം, വിച്ച് ഇസ് ലെസ് ദാൻ 1. ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റോ ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്. സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സിഗ്മ k ഫ്രം 1 to infinity k by k +1 all raised to k square. all raised to k square ആണ്. അപ്പോൾ ഇവിടുത്തെ UK നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. k by k +1
ഹോൾ റേസ് ടു കെ സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ എഴുതാം, കെ ഇൻറ്റു കെ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾ റേസ് ടു കെ ഫോമിലാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഹോൾ റേസ് ടു കെ ഫോം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? റൂട്ട് ടെസ്റ്റാണ്. റൂട്ട് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റേസ് ടു 1/k നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടുത്തെ യു കെ എന്ന് പറഞ്ഞാൽ കെ ബൈ കെ ഉള്ളൂ കേട്ടോ, കെ ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ ഇൻറ്റു കെ ഹോൾ റേസ് ടു 1/k വരും അല്ലേ. അപ്പോൾ അടുത്ത ഒരു കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് എന്താ വരിക? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ എന്ന് വരും. ഇത് നേരത്തെ എഴുതിയ പോലെ തന്നെ, നേരത്തെ എഴുതിയ അതേ റിസൾട്ട് തന്നെയാണ്. 1/e ആണ്, which is less than 1. Therefore the series is convergent. ആ റിസൾട്ട് ഓർത്ത് വെച്ചോളൂ. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ബൈ കെ പ്ലസ് 1 ഹോൾ റേസ് ടു കെ എന്ന് പറയുന്നത് 1/e ആണ്. അതുകൊണ്ട് ഈ സീരീസും എന്താണ്? കൺവേർജൻ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് എക്സ് ബൈ 1 ഇൻറ്റു 3 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 3 ഇൻറ്റു 5 പ്ലസ് എക്സ് ക്യൂബ് ബൈ 5 ഇൻറ്റു 7 എക്സെട്ര. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ജനറൽ ടേം യു കെ ഇങ്ങനെ എഴുതും. എക്സ് റേസ് ടു ഫസ്റ്റ് ടേം ആയതുകൊണ്ട് എക്സ് 1 ആണ് പവർ, അപ്പോൾ എക്സ് റേസ് ടു കെ കൊടുക്കാം നമുക്ക്, ഡിവൈഡഡ് ബൈ താഴെ 1 ഇൻറ്റു 3 ആണ്. അടുത്തത് പിന്നെ കെ ഇൻറ്റു കെ പ്ലസ് എഴുതാൻ പറ്റില്ല, കാരണം എക്സ് സ്ക്വയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പവർ എക്സ് സ്ക്വയർ ആണ്, അപ്പോൾ താഴെ 3 ആണ് കിടക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സാണ് എഴുതേണ്ടത്. അപ്പോൾ 2k മൈനസ് 1 ആൻഡ് 2k പ്ലസ് 1. ഇത് കറക്റ്റായിട്ട് ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾ കെയുടെ വാല്യൂ കൊടുത്തു നോക്കിയിട്ട് നോക്കണം കേട്ടോ. കെക്ക് 1 കൊടുക്കുമ്പോൾ ഓക്കെയാണ്, കെക്ക് 2 കൊടുക്കുമ്പോഴും ഓക്കെ അല്ലേ നോക്കുക. കെക്ക് 2 കൊടുത്താൽ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 4 മൈനസ് 1 3 ഇൻറ്റു 2 ഇൻറ്റു 2 4 പ്ലസ് 1 5 അല്ലേ, കറക്റ്റാണ്. എക്സ് സ്ക്വയർ രണ്ടാമത്തെ ടേം വരുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ജനറൽ ടേം. ഈ ജനറൽ ടേം എഴുതാൻ നിങ്ങൾക്ക് 2 മാർക്കാണ് ഈ ക്വസ്റ്റനിൽ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇനി യു കെ പ്ലസ് 1 എഴുതാം. റേഷ്യോ ടെസ്റ്റ് തന്നെ ഉപയോഗിക്കാം നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ യു കെ പ്ലസ് 1 എഴുതാം. എന്ത് വരും? എക്സ് റേസ് ടു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ കെ കാണുന്നിടത്ത് കെ പ്ലസ് 1 കൊടുക്കുക, 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് എന്താ വരുന്നത് നോക്കിയേ? എക്സ് റേസ് ടു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2k പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 2 പ്ലസ് 1. ദാറ്റ് ഈസ് ഒരു പ്രാവശ്യം കൂടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 3 അല്ലേ, 2k പ്ലസ് 3 എന്ന് വരും. ഇതാണ് യു കെ പ്ലസ് 1. അപ്പോൾ യു കെ ആയിട്ടുണ്ട്, യു കെ പ്ലസ് 1 ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് അപ്പുറത്തെ പേജിൽ എഴുതാം, റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. ആദ്യം നമ്മൾ എഴുതുന്നത് യു കെ പ്ലസ് 1 ആണ് ന്യൂമറേറ്ററിൽ എഴുതുന്നത്. അപ്പോൾ ഇതാണ്, ഈ ടേമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എക്സ് റേസ് ടു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 3 ഇൻറ്റു അടുത്തത് യു കെയുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു കെ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു കെ. ഇനി സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ എക്സ് റേസ് ടു കെ പ്ലസ് 1 ഒരു എക്സ് റേസ് ടു കെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ബാക്കി ഇവിടെ ഒരു എക്സ് ഉണ്ടാവും. പിന്നെ 2k പ്ലസ് 1 2k പ്ലസ് 1 മുഴുവനായിട്ടും പോകും. ബാലൻസ് വരിക ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, മുകളിലൊരു എക്സ് ഉണ്ടാവും, പിന്നെ 2k മൈനസ് 1 ഉണ്ടാവും മുകളിൽ, താഴെ ഒരു 2k പ്ലസ് 3 ഉണ്ടാവും. അപ്പോൾ കെക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്, എക്സിനെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. എക്സ് ഇൻറ്റു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 2k മൈനസ് 1 ബൈ 2k പ്ലസ് 3. ഇനി ഇതിന് പോളിനോമിയലാണ്. ഹയസ്റ്റ് ഡിഗ്രി ടേമിൻ്റെ കോയഫിഷ്യൻസ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി ടേം എന്ന് പറഞ്ഞാൽ കെ ആണ്. കെൻ്റെ രണ്ടിൻ്റെയും കോയഫിഷ്യൻ്റ് 2 ആണ്. കെ ബൈ കെ മീൻസ് 2/2 1 ആണ് ഇതിൻ്റെ ലിമിറ്റ് വരിക. ഇത് ഫ്രണ്ടിൽ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് ഈക്വൽ ടു റോ അല്ലെങ്കിൽ റോ ഈക്വൽ ടു എക്സ് എന്നാണ്. ഇനി റോ ലെസ് ദാൻ 0 ആണെങ്കിൽ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് അറിയാം അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്. ദ സീരീസ് ഈസ് കൺവേർജൻറ്റ് ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ ദ സീരീസ് ഈസ് ഡൈവേർജൻറ്റ്. ഓക്കെ, ഇനി അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സ് ലെസ് ദാൻ 1, എക്സ് ഗ്രേറ്റർ ദാൻ 1 കേട്ടോ, 0 അല്ല, എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്തായിരിക്കും? അത് നമുക്ക് നോക്കണം. ടെസ്റ്റ് ഫെയിൽ ആവുകയാണ് ചെയ്യുക സാധാരണ രീതിയിൽ. അപ്പോൾ പക്ഷേ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മുടെ സീരീസ് എങ്ങനെ മാറും എന്നുള്ളത് യു കെ പ്ലസ് 1 വെച്ചിട്ടൊന്ന് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് യു കെ ഒന്ന് എഴുതാം. ഇഫ് എക്സ് ഈക്വൽ ടു 1 എന്തായിരിക്കും നമ്മുടെ യു കെ? യു കെ ഈസ് ഈക്വൽ ടു 1 ബൈ 2k മൈനസ് 1 ഇൻറ്റു 2k പ്ലസ് 1 അല്ലേ? ഇതാണ് യു കെ. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നല്ലത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വി കെ സെലക്ട് ചെയ്യും. വി കെ എന്താ സെലക്ട് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ടേമിൻ്റെ പ്രോഡക്റ്റ് 1 ബൈ 4k² സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് റോ കണ്ടുപിടിക്കുക, വിച്ച് ഇസ് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ബൈ വി കെ. That is equal to limit k tends to infinity 1 by 2k minus 1 into 2k plus 1. Okay, into reciprocal of vk എന്തായിരിക്കും? 4k² by 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 എന്നാണ് കിട്ടുക ലിമിറ്റ് എടുക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലിമിറ്റ് യു കെ ബൈ വി കെയുടെ ലിമിറ്റ് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഫൈനൈറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്, നോൺ സീറോ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് sigma ak, sigma uk and sigma vk may converge or diverge together. May converge or diverge together എന്ന് പറയാം നമുക്ക്. May converge or diverge together. രണ്ടും ഒരുപോലെ ആയിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് സിഗ്മ വി കെ എടുക്കാം. സിഗ്മ വി കെ എന്താണ്? സിഗ്മ വി കെ സിഗ്മ 1 ബൈ 4k² അല്ലേ? സിഗ്മ 1 ബൈ 4k². ഇതെന്ത് സീരീസ് ആണ് നോക്കൂ? ഇറ്റ്സ് എ പി സീരീസ്. പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ 1. ഇത് കൺവേർജൻ്റ് ആണ് അല്ലേ? ഇത് കൺവേർജൻ്റ് ആയാൽ എന്തും കൂടെ നമുക്ക് പറയാം. ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ ദെർഫോർ സിഗ്മ യു കെ ഈസ് ഓൾസോ convergent. Sigma UK is also convergent at x equal to 1. അപ്പോൾ നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ എങ്ങനെ എഴുതാം? അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ലെസ് ദാൻ 0 ആകുമ്പോൾ കൺവേർജൻ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡൈവേർജൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൺക്ലൂഷൻ എഴുതി വയ്ക്കും. ദെർഫോർ the given series is convergent if x less than or equal to 1 and divergent if x greater than 1 എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് 1 plus 1 into 3 by 3 factorial plus 1 into 3 into 5 by 5 factorial plus 1 into 3 into 5 into 7 by 7 factorial plus etc. അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ജനറൽ ടേം ആദ്യം എഴുതാം. ജനറൽ ടേം നമ്മൾ ഫസ്റ്റ് എഴുതും. യു കെ എന്തായിരിക്കും അത്? ഫസ്റ്റ് ടേമിൽ കെ, പിന്നെ കെ ഇൻറ്റു കെ പ്ലസ് 1, കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര ഏതുവരെ പോവും? 2k മൈനസ് 1 വരെ പോവും. ഓക്കെ, 2k മൈനസ് 1 വരെ പോവും. ഡിവൈഡഡ് ബൈ അതേ നമ്പർ തന്നെ ഫാക്ടോറിയൽ 2k മൈനസ് 1 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ യു കെ. അപ്പോൾ ഇതിൽ പോളിനോമിയൽ ഫാക്ടോറിയൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. യു കെ പ്ലസ് 1 കൂടെ കണ്ടുപിടിക്കാം. 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2k മൈനസ് 1 ഉണ്ടാവും. തൊട്ടടുത്ത ഓഡ് നമ്പർ 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2k പ്ലസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, ദെൻ നമുക്ക് റോ കണ്ടുപിടിക്കണം. റോ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ബൈ യു കെ. ദാറ്റ് ഈസ് റോ ഈക്വൽ ടു ലിമിറ്റ്
k tends to infinity, uk plus 1 ആദ്യം എഴുതാം. 1 into 3 into 5 into etc. 2k minus 1 into 2k plus 1 divided by 2k plus 1 factorial. ഇനി യു കെൻ്റെ റെസിപ്രോക്കലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 2k മൈനസ് 1 ഫാക്ടോറിയൽ വരും ഡിവൈഡഡ് ബൈ താഴെ 1 ഇൻറ്റു 2 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2k മൈനസ് 1 വരും. ഇതിൽ കട്ട് ചെയ്യാനുള്ളത് ഈ ടേം മൊത്തമായിട്ട് കട്ട് ചെയ്ത് പോകും, ഇത് മുഴുവൻ കട്ട് ചെയ്ത് പോകും. പിന്നെ ബാലൻസ് ഉള്ളത് ഇവിടെ ഒരു 2k plus 1 ഉണ്ട്. ആ ഡിനോമിനേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 2k plus 1 ഇൻറ്റു 2k മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2k plus 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 2k plus 1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 2k plus 1 ഇൻറ്റു 2k ഇൻറ്റു 2k മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇത് 2k മൈനസ് 1 ഫാക്ടോറിയൽ രണ്ടും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. പിന്നെ 2k plus 1 അതും കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ഇവിടെ വരിക എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1/2k ആണ്. ഇവിടെ ഇൻഫിനിറ്റി കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/infinity 0 ആണ്. 0 which is less than 1. 0 ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് റോ ലെസ് ദാൻ 1 ആയതുകൊണ്ട് എന്ത് എഴുതാം നമുക്ക്? സീരീസ് ഈസ് കൺവേർജൻറ്റ്. സീരീസ് ഈസ് കൺവേർജൻറ്റ്. സിമ്പിളായിട്ട് സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും 7 മാർക്കിന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.